ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ നാട്ടിലേക്ക് പോയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് നാട്ടിലെ വിശേഷങ്ങൾ, അങ്ങനെ ഒരു ഇത്തിരിപ്പൊടി എല്ലായിടത്തെയും കുറച്ച് വിശേഷങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ വിചാരിച്ചത് 27-ാം തീയതി ആയിരുന്നു. ഏപ്രിൽ 27-ന് നാട്ടിലേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ചതേനു. 3-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നാട്ടിലൊരു വീട്ടിൽ കൂടൽ, എൻ്റെ കസിൻ്റെ വീട്ടിൽ കൂടലേനു. അപ്പം അനിയത്തിൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് അങ്ങനെ പോകാമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ പെട്ടെന്ന് എൻ്റെ പെങ്ങളെ ഭർത്താവും ഏട്ടൻ്റെ ഭാര്യ മക്കൾ, അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ എനിക്കും തോന്നി അവരെ കൂടെ തന്നെ പോവാം. എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഈ 2 കുട്ടികൾ, അനിയത്തിൻ്റെ ഈ മോനും മോളും 2 പേരും കൂടി, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് എൻ്റെ ഇവിടുത്തെ ഫാമിലി പോകുമ്പോൾ അവരെ കൂടെ തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചു അങ്ങ് പോയതാണ്. തലേന്ന് തീരുമാനിക്കുന്ന പിറ്റേന്ന് പോകുന്നു. അങ്ങനെ പിന്നെയും ഡൗട്ട് അടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പോവാം, കുറച്ച് അധിക ദിവസം കിട്ടുമല്ലോ, 2-3 ദിവസം എക്സ്ട്രാ കിട്ടും. അങ്ങനെ 3-ാം തീയതി വീട്ടിൽ കൂടലേണ്ടി 4-ാം തീയതി ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിന് ഞാൻ പൂനെയിലോട്ട്. അപ്പോൾ പോകേണ്ട ആദ്യമുള്ള കുറച്ച് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് പാക്കിങ് അന്ന് രാത്രിയത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടാ. തലേന്നൊന്നും ഞാൻ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ, അതുവരെ വാങ്ങിയിട്ടില്ല. ഞാൻ രാത്രി പോയിട്ടാണ് വാങ്ങിയത്. അന്ന് തന്നെ രാത്രി 11 മണിക്കാണ് എനിക്ക് ട്രെയിൻ നാട്ടിലേക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം രാത്രിയത്തെ പെട്ടെന്ന് മഗ്‌രിബിന് ശേഷമാണ് ഞാൻ ഒന്നും കൂടി ഉഷാറായത്. പിന്നെ ടിക്കറ്റ് ക്യാൻസലാക്കണം, പോകണ്ടേ, ഇങ്ങനെ 2 മനസ്സിലായിരുന്നു. കുട്ടിക്ക് പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യല്. ഞാൻ പെട്ടെന്ന് പാക്കിംഗ് എല്ലാം ആക്കി, എൻ്റെയും മക്കളതും ഡ്രസ്സ് പാക്കിംഗ് എല്ലാം ആക്കി. കുട്ടിക്കൊന്ന് ഷോപ്പിംഗ് മോളിൽ പോകേണ്ടതുണ്ടേനു. അതേപോലെ റിലയൻസിൽ നിന്ന് കുറച്ച് സ്നാക്സും അതും ഇതെല്ലാം വാങ്ങേണ്ടതുണ്ടേനു. കാരണം ട്രെയിനിലേക്കും കഴിക്കാൻ വേണം, നാട്ടിലേക്ക് കൊണ്ടുപോകാനും വേണം. അങ്ങനെ എൻ്റെ മോനും അനിയത്തിൻ്റെ മോനും മോളും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടത്തേക്ക് പോയി, റിലയൻസിൽ KP ഷോപ്പിംഗ് മോളിലോട്ട് പോയി. പിന്നെ അവിടെ എത്തി കുട്ടിയൊക്കെ അതും ഇതൊക്കെ കണ്ട് പിസ്സ കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മക്കൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ടാവുള്ള മോന് കേട്ടാ. മോളോട് പറയുന്നത് ഒന്ന് ടച്ചാക്കല്ല കേട്ടോ, വീഡിയോ എടുക്കണമെന്ന്. ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ യൂട്യൂബ് വീഡിയോന് വേണ്ടിയിട്ട്, ലൈവെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അവരാ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് മോന്. അപ്പോൾ അവിടുന്ന് പിസ്സയൊക്കെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് വന്നു. അവർ വീട്ടിൽ വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ പുലാവ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചോറൊക്കെ ഇങ്ങനെ വെന്ത് പോയിന്, അരിയൊക്കെ പെട്ടെന്നാക്കിയ കാര്യങ്ങളായതുകൊണ്ട് അരിയെല്ലാം ഇങ്ങനെ വെന്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തണിയാൻ ഇങ്ങനെ ആറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ താഴെ വെച്ച് ഒരു ഡബ്ബയിൽ ട്രെയിനിലേക്ക് കഴിക്കാൻ വേണമല്ലോ കുറച്ചെന്തെങ്കിലും, അവരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവർ മോളിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് എൻ്റെ ഫുഡൊക്കെ പുലാവൊക്കെ ആയി. ഞാൻ കുളിച്ച് നിസ്കരിച്ച് തയ്യാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. 9:45 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേന്. 10:50 ട്രെയിന് നമുക്ക്. അങ്ങനെ ട്രെയിനിൽ ഒരു പുതിയ ഫ്രണ്ടിനെല്ലാം കിട്ടി അവർക്ക്. അങ്ങനെ അവർ പാട്ടും വർത്താനെല്ലാം ആയിട്ട് അവർ ടൈം പാസ്സായിട്ട് അങ്ങനെ പോയി. പിന്നെ ട്രെയിനിലുള്ള വീഡിയോ ഒന്നും ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തുമ്പം അനിയത്തി പ്ലാനിങ് ആക്കിയത് വീട്ടിൽ നിന്നൊന്നും ഫുഡ് ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്നേനും. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്, ഞാനും ആങ്ങളയും. ഇപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും കുട്ടികളും. അങ്ങനെ അപ്പം നമ്മൾ ആദ്യം ഒരു ഇത്താത്താസ് എന്ന് പറഞ്ഞൊരു ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ പുറത്തുനിന്നെല്ലാം കാണാൻ നല്ല ഉണ്ടായിരുന്നു. ഒന്നാമത് ചൂടെടുത്തിങ്ങനെ വെന്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചോ മാറ്റിയോ ഒന്നും ചെയ്തില്ലല്ലോ. കാങ്കില് ദേഷ്യവും പിടിക്കണ്ടേന് എൻ്റെ അനിയത്തിനോട്. അങ്ങനെ ഒരു പ്ലാനിങ് ആക്കിയേന്. ഞാനവളോട് പറയണ്ടേന് നമുക്ക് പിന്നെ കുളിച്ച് മാറ്റിയിട്ടെല്ലാം വരാം. അപ്പോൾ അവൾ പറഞ്ഞില്ല ഇത്താത്ത, പിന്നെ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോയി പിന്നെയും മടങ്ങി അങ്ങോട്ടേക്ക് തന്നെ വന്ന്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് അവളിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതാണ്. അങ്ങനെ ഇത്താത്താസ് കയറിയപ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല. എനിക്ക് മാത്രമല്ല ആർക്കും സുഖം തോന്നിയില്ല. അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി, ചൂടുകൊണ്ട് AC ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒമാസ്, ഇത് അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടൗണിലുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ കയറി നല്ല അടിപൊളി AC-ൻ്റെ താഴെ തന്നെ ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടയും ചില്ലി ചിക്കനും പെപ്പർ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയത് നമ്മൾ. അപ്പോൾ ലേറ്റായിന് നമ്മൾ എത്താൻ. അപ്പോൾ കുറേ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു പോയി. അൽഫാമും അതും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ലിംബുപ്പാനി, നാരങ്ങേൻ്റെ പുതിന ഇട്ടിട്ടുള്ള ആ വെള്ളം, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ എണീക്കുമ്പോഴേക്ക് അനിയത്തി നല്ല പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ച്, അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്. പിന്നെ മീൻ മുളകിട്ടതും അതിൻ്റെ കൂടെ. ഈ മീനിന് എന്തോ ഒരു പേര്, ആന ചവിട്ടിന്നായിട്ട് അവൾ പറഞ്ഞതിനെ. അങ്ങനെ നല്ല മാങ്ങ ഇട്ടിട്ടുള്ള മീൻ മുളകിട്ടതും ആക്കി. പുറത്തിങ്ങനെ വന്നിരുന്നപ്പോൾ അനിയത്തി പറഞ്ഞ് അവളെ കൃഷി സ്ഥലത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ മുറ്റത്ത് തന്നെ കൃഷിയുണ്ട്, തക്കാളിയും പച്ചമുളകും നമ്മളെ മധുരക്കിഴങ്ങെല്ലാം ഉണ്ട്, കുറച്ചധികം സാധനങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഇവിടെ മുറ്റത്ത് തന്നെയാണ്, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വിചാരം നമ്മളെ ഏതോ വലിയൊരു തോട്ടത്തിൽ വന്ന പോലെയാണ്. അവിടുന്ന് പിന്നെ വേഗമൊന്നും അങ്ങ് വീട്ടിലേക്ക് കയറില്ല. കണ്ട തക്കാളി നല്ല പഴുത്ത തക്കാളി, അങ്ങനെ പഴുത്ത് തുടുത്ത് നിന്നിട്ടുണ്ടേനും. ഞാൻ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അവളും ഹസ്ബൻഡും കൂടിയിട്ട് ഇത്താത്ത വന്നിട്ട് പറിക്കാമെന്നും പറഞ്ഞിട്ട് വെച്ചതേനും. പച്ചമുളകൊക്കെ നല്ല ചുവപ്പടിച്ചിന്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു നാട്ടിൽ പോവലും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കൃഷി സ്ഥലത്തോട്ട് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവളിങ്ങനെ പച്ചക്കറി പൊട്ടിക്കുന്നുണ്ട്, തക്കാളിയും പച്ചമുളകും അങ്ങനെയെല്ലാം പൊട്ടിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ എൻ്റെ കൃഷി സ്ഥലമെല്ലാം ഒന്ന് വൈറലാവട്ടെ എന്നും പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടി പോയിട്ടുള്ളത്. അങ്ങനെ നല്ല ഇല ആവുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ, കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഇനി ഒരുപാട് സാധനങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കാനെല്ലാം പറ്റും അവൾക്ക്. അവിടെ ഒരുപാട് കാലി സ്ഥലം ഉണ്ടല്ലോ. സ്ഥലം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാനും. ഇത് വീടിൻ്റെ മുന്നിൽ തന്നെയാണ്. മുറ്റം കഴിഞ്ഞിട്ട് വരുന്ന ഇങ്ങനെ പറമ്പുണ്ടാവില്ലേ, അങ്ങനെ അവിടെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പഴുത്തതെല്ലാം മാത്രം നോക്കിയിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പൂനെയിലേക്ക് വരുമ്പം കുറച്ച് പച്ചമുളകെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അങ്ങനെ കൃഷി സ്ഥലത്ത് തന്നെ കുറച്ചധികം സമയം നമ്മളത് പോയി. നാഷ്ടയെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കയറിയതേനു. പിന്നെ ചക്കയൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും മൂക്കാനും പഴുക്കാനൊന്നും ആയിട്ടില്ലേനു. ഒരു ചക്ക ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിനെ, എങ്ങനെയല്ലോ കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നിനി. അങ്ങനെ ഇങ്ങനെ പിന്നെയും കൃഷി സ്ഥലത്തോട്ട് തന്നെ നമ്മൾ കൃഷിനെ പറ്റിയും ചൂടിനെ പറ്റിയും യാത്രേനെ പറ്റിയെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയേനും, ചോറിൻ്റെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത മതി, 2-3 ദിവസം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത മതി, അപ്പോൾ ആ കീട പോകുമെന്ന് പറയലേനോ അവനോട്. അങ്ങനെ വളപ്പെല്ലാം ചുറ്റിക്കണ്ട് അവിടെ കൃഷി മാത്രമല്ല ഇതിൽ കൂടിയെല്ലാം ഒന്ന് നടന്ന്. പിന്നെ എനിക്ക് നാട്ടിൽ പോയാൽ വീട്ടിൻ്റെ ഉള്ളിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിയുന്നതും വീട്ടിൻ്റെ പുറത്ത്. ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായാലും ഉമ്മ ഇങ്ങനെ ചീത്ത പറയുക, നീ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഫുഡ് വരെ ഞാൻ പുറത്ത് കൊണ്ടാണ്ട് ചെയ്തുമേൽ കൊണ്ടാണ്ട് കഴിക്കും. അങ്ങ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും നല്ല വൈബാണ്, പുറത്തിരിക്കാൻ നല്ല സുഖം. ഉമ്മാൻ്റെ കുറേ വാഴകളും ഉമ്മാൻ്റെയും കുറച്ച് കൃഷികളെല്ലാം ഉണ്ട് അവിടെ. അതെല്ലാം കണ്ടിട്ടിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇതാ പൊട്ടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു തക്കാളി നമ്മളപ്പോൾ തന്നെ തുടച്ചിട്ട് കഴിച്ച്. നല്ല എരിവുള്ള പച്ചമുളക്, ഒരു പച്ചമുളക് ഇട്ടാൽ തന്നെ എരിവ് സഹിക്കാൻ പറ്റൂല. എന്തോ ഈ പച്ചമുളകിൻ്റെ ഒരു പേര് പറഞ്ഞിന് അനിയത്തി, എന്താ പേര്, ഒരു പ്രത്യേകതരം പേരാ, അതിന് എരിവ് അധികമാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം പൊട്ടിച്ച് അവിടെ ഇരുന്ന് അതിൻ്റെ വീഡിയോസെല്ലാം എടുക്കുന്ന സമയത്ത് കല്ലുമ്മക്കായും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടേനു. അപ്പോൾ 1 കിലോ കല്ലുമ്മക്കായ്ക്ക് 200 രൂപ. അങ്ങനെ നമ്മൾ 2 കിലോ അതൊന്ന് വാങ്ങി. 2 കിലോ 1.5 കിലോ എനിക്ക് ഓർമ്മയില്ല. ഇത് അനിയത്തിൻ്റെ പെങ്ങളെ വീടാണ്, തൊട്ടപ്പുറത്താണ്. ഒരു വളപ്പിൽ തന്നെയാണ് എല്ലാ കുടുംബക്കാരും ഉള്ളത്, ഒരു വളപ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ മുറ്റത്തുള്ള ചെടികളെല്ലാം, ഇവിടെയെല്ലാം നല്ല അടിപൊളിയിൽ ചെടിയെല്ലാം വെച്ച് പിടിപ്പിക്കുക, അതിനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് ചെടീൻ്റെ വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്ത് കല്ലുമ്മക്കായ വാങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് രാവിലെ പുട്ട് കഴിച്ചില്ല, അപ്പോൾ ഉച്ചക്കൊന്നും അങ്ങനെ കാര്യപ്പെട്ട കാര്യത്തിലൊന്നും ആക്കണ്ട, വേഗം വൈകുന്നേരം ആകുമ്പോഴേക്ക് കല്ലുമ്മക്കായ ഇങ്ങനെ നിറച്ചിട്ട് പുഴുങ്ങിയിട്ട് പൊരിച്ചെടുക്കുക, എന്നിട്ട് പെട്ടെന്ന് അത് കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ടേനുള്ളൂ. ഒന്നാമത് എനിക്ക് കഴിക്കാൻ പറ്റൂല കല്ലുമ്മക്കായ, മുട്ട, നമ്മുടെ ചെമ്മീൻ, കൊഞ്ച്, അതെല്ലാം അലർജി. ഏത് സമയത്ത് അലർജി പൊങ്ങി വരിക എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഞാനത് ചൂടുകാലം പിന്നെ ഒരു ലിമിറ്റിലേ കഴിക്കുള്ളൂ, 1-2 അങ്ങനെ കഴിക്കും. പിന്നെ നമ്മൾ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടേനും ബാക്കിയുള്ള പരിപാടിക്കെല്ലാം നിന്നത്. പിന്നെ ഞാൻ ട്രെയിനിൽ ഇട്ടിട്ട് വന്നതും പൊതച്ചിട്ട് വന്നതെല്ലാം ഉണ്ടേനും അലക്കിയിടാൻ. ഞാനതൊക്കെ അലക്കിയിട്ട് കുളിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്കത്തൊന്നും ഭക്ഷണത്തിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടേനും.
പിന്നെ പുട്ടൊന്നും കഴിച്ചാൽ പിന്നെ ആർക്കും വിശക്കില്ലല്ലോ. പിന്നെ കല്ലുമ്മക്കായിൻ്റെ പരിപാടിക്ക് നിന്ന് ഇത് അനിയത്തിൻ്റെ കിച്ചണിൽ വെക്കുന്ന ഫാനാണ് കേട്ടോ. ഒരു കസേരൻ്റെ മേലെ കെട്ടിയെല്ലാം വെച്ചിട്ട് അതിന് ഒന്നുമില്ല കൈ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പോവും. അപ്പം ഞാനെന്ത് പറഞ്ഞു, പരിപ്പ് മുളക് കറിയും അയിലക്കറിയും മത്തി പൊരിച്ചതും ആക്കാമെന്ന് പറഞ്ഞു ഉച്ചക്ക്. അപ്പോൾ ഇത് നമ്മൾ കല്ലുമ്മക്കായ് വരുമ്പിന്നെ ഇട്ട പ്ലാനിങ് ആണ്, ചോറിൻ്റെതല്ല. നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല ഉച്ചക്ക്, രാത്രിയാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരം കല്ലുമ്മക്കായ് പുഴുങ്ങി ഒരു 4-4:30 ആകുമ്പോഴേക്ക് നമ്മൾ കല്ലുമ്മക്കായൻ്റെ പരിപാടി കഴിഞ്ഞിന്. വൈകുന്നേരത്തെ ചായൻ്റെ സമയമാകുമ്പോഴേക്ക് കല്ലുമ്മക്കായ പുഴുങ്ങിനേനു. ചോറെല്ലാം അങ്ങനെ ആക്കിയ പോലെ തന്നെ ഉണ്ടേനു. കറി നമ്മൾ പിന്നെ മീനൊന്നും ആക്കിയിട്ടില്ല. മീൻ മുറിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് കയറ്റി ആ പരിപ്പ് കറിയും ചോറും ആക്കിയത് പിന്നെ രാത്രി ഈ മീനും കൂടി ആക്കിയിട്ട് രാത്രി കഴിച്ച്. രാത്രി ലേറ്റായിട്ട് ആങ്ങളെയും അനിയത്തിൻ്റെ ഭർത്താവെല്ലാം വരിക രാത്രിയാണ്. അങ്ങനെ അവർ വരുന്ന സമയത്ത്, അനിയത്തിൻ്റെ ഭർത്താവ് വരുന്ന സമയത്ത് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ടേനു. ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ വെച്ച് വെക്കുന്നതാണ് പറഞ്ഞത്. 1 കിലോന് 70 രൂപ. നല്ല നാട്ടുമാങ്ങ. നമ്മൾ മാങ്ങാക്കറിയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ മണവും ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം അതെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് കഴിച്ച് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വാട്ട ഡേ എടുക്കണം എന്നെല്ലാം വിചാരിച്ചത്, കാരണം അത്രയ്ക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കഴിക്കേണ്ടിയിരുന്നു നാട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മൾ കല്ലുമ്മക്കായ ആക്കി അത് ഫ്രൈ ചെയ്തിട്ടെടുത്ത്, കുറച്ച് മാത്രം ഫ്രൈ ചെയ്ത്, അപ്പം മാത്രമുള്ളത് ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തെടുത്ത്. പിന്നെ ബർക്കി എന്ന് പറയുന്നൊരു സാധനം കണ്ട, അതാണ് എൻ്റെ ഫേവറേറ്റ്. അതും ഉണ്ടായിരുന്നു. പിന്നെ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലുമ്മക്കായ ഞാൻ കഴിക്കുന്നില്ല, അതുകൊണ്ടാണെങ്കിലും അവൾക്ക് കഴിക്കാൻ മൂടും ഇല്ല. അനിയത്തിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, എല്ലാത്തിനും ഇങ്ങനെ നിർബന്ധിക്കും. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും കഴിക്കൂല ആ സാധനം. അങ്ങനെ പിന്നെ നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ടൊന്ന് പോയിട്ട് കിടന്നിട്ടുണ്ടേനു. ഒരു നല്ലൊരു ഉറക്കം പാസ്സാക്കിനോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോൾ ഞങ്ങളെക്കാട്ടി ക്ഷീണം പിടിച്ചിട്ട് ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് കല്ലുമ്മക്കായെല്ലാം കഴിച്ച് രാത്രി നമ്മൾ എവിടെയാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇളയമാൻ്റെ വീട്ടിലാറ്റം പോയിനേനു നമ്മൾ. അങ്ങനെ രാത്രി അവിടെയൊക്കെ പോയി വരുന്ന വരുത്തിൽ മറ്റേ തട്ടുകടയിൽ നിന്ന് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും നോൺ വെജ് ഒന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ മുട്ടക്കറിയും വെജ് കറിയും എല്ലാം വാങ്ങിയിട്ട് പൊറോട്ടയെല്ലാം കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ഇതാണ് കോലം. നല്ല കാറ്റും മഴയും ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു രാത്രി കിടന്നുറങ്ങാൻ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞ്. അപ്പം നിങ്ങൾ ചോദിക്കുക ആ ചോറ് എന്ത് ചെയ്തെന്ന്. ചോറ് നമ്മൾ പിറ്റേന്ന് ചൂടാക്കിയിട്ട് കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളെ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ.